കർണാടക കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം വീണ്ടും രൂക്ഷമാകുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി സമ്മർദ്ദം ശക്തമാക്കാൻ DK ഗ്രൂപ്പ്. KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ DK ശിവകുമാർ സന്നദ്ധത പ്രകടിപ്പിച്ചു. പാർട്ടിയിൽ ശക്തമായി പ്രവർത്തിക്കുന്നവർ പദവി ആവശ്യപ്പെടുന്നത് സ്വാഭാവികമെന്നും DK. KB ശ്രീധരനുണ്ട് വിവരങ്ങളുമായി. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. കർണാടകയിൽ ഈ പ്രതിസന്ധി, മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ആവശ്യം, അവകാശവാദം, ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രതിസന്ധി എങ്ങനെയായിരിക്കും മറികടക്കുക? കൂടുതൽ വിശദ വിവരങ്ങൾ എന്തൊക്കെ ശ്രീധരൻ? കർണാടക സർക്കാർ, സിദ്ധരാമയ്യ സർക്കാർ അധികാരത്തിൽ വന്ന് 2.5 വർഷം പിന്നിടുകയാണ് ഇന്ന്. അപ്പോഴാണ് വീണ്ടും ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി അല്ലെങ്കിൽ അധികാരം പങ്കുവെക്കലിനെ ചൊല്ലിയുള്ള തർക്കം വീണ്ടും രൂക്ഷമായിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് DK ശിവകുമാറിൻ്റെ ഒരു പ്രതികരണം വന്നതാണ്. അതായത് പാർട്ടിക്ക് വേണ്ടി ശക്തമായി പ്രവർത്തിക്കുന്നവർ സ്ഥാനങ്ങൾ ചോദിക്കുക സ്വാഭാവികമാണ് എന്നാണ് DKയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന പ്രതികരണം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ DK ശിവകുമാറും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെല്ലാം ഡൽഹിയിൽ ഹൈക്കമാൻഡുമായി ചർച്ചയ്ക്ക് എത്തിയിരുന്നു. ഏതായാലും ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഒരു ഫോർമുല എന്നുള്ള രീതിയിൽ തന്നെയാണ് 2.5 വർഷം വീതം സിദ്ധരാമയ്യയും ശിവകുമാറും ഭരിക്കട്ടെ എന്നുള്ള ഒരു ധാരണ വന്നത്. ഏതായാലും ആ ധാരണയ്ക്ക് വിരുദ്ധമായിട്ടുള്ള പ്രതികരണമാണ് ഇപ്പോൾ കർണാടക കോൺഗ്രസിൽ നിന്ന് പ്രധാനമായും പുറത്തു വരുന്നത്. ഏതായാലും കൂടുതൽ MLA-മാരുടെ പിന്തുണ സിദ്ധരാമയ്യക്കാണ്. പക്ഷേ പാർട്ടിയെ നയിച്ചതും പാർട്ടിയെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ചുക്കാൻ പിടിച്ചതും DK ശിവകുമാറാണ്. ഇതിൽ ആരെ തള്ളണം ആരെ കൊള്ളണം എന്നുള്ള ഒരു ആശയക്കുഴപ്പം സ്വാഭാവികമായിട്ടും ഹൈക്കമാൻഡിന് ഉണ്ടാവുകയും ചെയ്യും. ഏതായാലും ഈ DK ശിവകുമാറിൻ്റെ ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളെ മറികടക്കാനുള്ള തന്ത്രങ്ങളാണ് മറുപക്ഷം ഉയർത്തുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് മന്ത്രിസഭാ പുനഃസംഘടനയുമായി മുന്നോട്ട് പോകാനാണ്. അതായത് 5 വർഷവും താൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഉണ്ടാകും എന്നുള്ള ഒരു പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പല തവണയായിട്ട് വന്നിട്ടുള്ളത്. ഏതായാലും മന്ത്രിസഭാ പുനഃസംഘടനയിലേക്ക് കടക്കുകയാണ് സിദ്ധരാമയ്യ. അതിൽ തന്നെ വലിയ തർക്കം കോൺഗ്രസിനുള്ളിൽ നിൽക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ലിംഗായത്ത് വിഭാഗവും അതുപോലെ തന്നെ മുസ്ലിം വിഭാഗവും ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനായിട്ട് ചരടുവലികൾ നടത്തുന്നുണ്ട്. ലിംഗായത്ത് വിഭാഗത്തിനെ തഴഞ്ഞു എന്നുള്ള വികാരം അവർക്കുള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനം അവർക്ക് വേണമെന്ന് ശക്തമായി ആവശ്യപ്പെടുന്നു. അതുപോലെ സിദ്ധരാമയ്യ പക്ഷത്തെ പ്രമുഖ നേതാവായിട്ടുള്ള ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയൊക്കെയായിട്ടുള്ള സമീർ അഹമ്മദ് ഖാനെ ഉപമുഖ്യമന്ത്രിയാക്കണം എന്നുള്ളൊരു ആവശ്യം കൂടി ഉയരുകയും ചെയ്യുന്നുണ്ട്. ദളിത് വിഭാഗത്തിലുള്ള മുഖ്യമന്ത്രി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സമ്മർദ്ദം കൂടി മറുവശത്ത് നിന്ന് ശക്തമാവുന്നുണ്ട്. സിദ്ധരാമയ്യ മാറുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ സതീഷ് ജാർക്കിഹോളിയൊക്കെ മുഖ്യമന്ത്രിയാവണമെന്നും പറയപ്പെടുന്നു. ഏതായാലും ഇങ്ങനെയുള്ള വലിയ ആശയക്കുഴപ്പങ്ങൾ ഇപ്പോൾ സർക്കാർ 2.5 വർഷം പിന്നിടുമ്പോൾ കർണാടക കോൺഗ്രസിനുള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്.